എൻ്റെ മാത്തമാറ്റിക്സ് 3D geometry. The lines x minus 2 divided by 1 is equal to y minus 3 divided by 1 is equal to 4 minus z divided by k, and x minus 1 by k is equal to y minus 4 by 2 is equal to z minus 5 divided by minus 2 are mutually perpendicular. Mutually perpendicular എന്ന കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ നമ്മൾ പറയുമ്പോൾ എന്താണ്? a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 is equal to 0 എന്നുള്ള കണ്ടീഷൻ നമ്മൾക്കറിയാം. പക്ഷേ ആ കണ്ടീഷൻ ചെയ്യുന്നതിന് മുമ്പ്, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എന്താണുള്ളത്? ഇവിടെ 4 മൈനസ് ഇസഡ് ബൈ കെ എന്നാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പറയുന്നത്. എന്താണ്? ഇസഡ് മൈനസ് z1 ഡിവൈഡഡ് ബൈ സി എന്നാണ് പറയുന്നത്. ഇസഡ് മൈനസ് ഇസഡ് അല്ലേ? അപ്പോൾ ആദ്യം ഇസഡ് വരുമ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് തിരുത്തി എഴുതാം. എന്താണ്? ഇസഡ് മൈനസ് 4 ഡിവൈഡഡ് ബൈ മൈനസ് കെ. എന്നുവെച്ചാൽ മുകൾക്ക് നിന്ന് മൈനസ് കോമൺ എടുക്കുമ്പോൾ ഇസഡ് മൈനസ് 4 ആവും. ആ മൈനസ് നമ്മൾ താഴെ കൊടുക്കും. ഇനി വേണം നമ്മൾ എന്താണ് എയും ബിയും സിയും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എ എത്രയാണ്? 1. ബി a1 അത് a2 എത്രയാണ്? ഇൻറ്റു കെ പ്ലസ് b1 എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു b2 എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് c1 എന്ന് എത്രയാണ്? തന്നിരിക്കുന്ന 4 മൈനസ് ഇസഡ് ബൈ കെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റിയപ്പോൾ അത് മൈനസ് കെ ആയിട്ട് മാറി. മൈനസ് കെ ഇൻറ്റു c2 എത്രയാണ്? മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അതായത് കെ പ്ലസ് 2 പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് 2 പ്ലസ് 2k ഈസ് ഈക്വൽ ടു 0. 3k plus 2 is equal to 0, k is equal to minus 2 by 3 എന്നുള്ള റൈറ്റ് ആൻസർ കിട്ടി. മൈനസ് 2 by 3. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.